കൊറേ നാളെ കൊണ്ട് കിഴിക്കിട്ട് വെച്ചേക്കുന്നേ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ തുറന്നു നോക്കുവാ. നീ തുറന്നു നോക്കണ, നീ അങ്ങോട്ട് പോയി. ഞാൻ തുറന്നു നോക്കും. വേണ്ട വേണ്ട, അത് എന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ടൊന്ന് വെച്ചേരെ. കുറെ നാളായാലും ഇത്തിരി നാളായാലും അത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് അതൊരു സാധനം ഉണ്ടാക്കാനാ. ഇത് ഞാൻ കൊണ്ട് കളയാൻ പോവാ. കളഞ്ഞാ ഇപ്പൊ നിനക്ക് അടി വാങ്ങിച്ചെടുത്താ. നീ വാങ്ങാൻ കാണിച്ചു തരാൻ മമ്മി അതിനകത്ത് എന്തിനാണ്ടിരിക്കുന്നത്. നമുക്ക് ചാക്കടിക്കാനുള്ള സാധനമാണ്. എന്തൊരു അഴുക്ക ചക്കക്കുരു. ഇതും വെച്ചപ്പോ ഷേക്കടിച്ചു തരാല്ലേ. പുഴുത്ത ചക്കക്കുരു വെച്ചിട്ടാണോ? പുഴുത്ത ചക്കക്കുരു ഒന്നും അല്ല, ഇത് പഴയ ചക്കക്കുരു ആണ്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. പോ. ഹലോ ഫ്രണ്ട്സ്, ലിറ്റിൽ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഒരു ഷേക്ക് അടിക്കാൻ പോവുക. ചക്കക്കുരു ഷേക്ക് ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. കൊറോണ സമയത്തൊക്കെ ആളുകൾ പറഞ്ഞേക്കാൻ ചക്കക്കുരു ഷേക്ക് അടിക്കാനൊക്കെ നല്ലതായിരുന്നു, ഷേക്ക് അടിച്ച് കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുക. എൻ്റെ മോൻ അവിടെ ഗോഡൗണിൽ കിടന്ന കുറേ ചക്കക്കുരുവായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോഴും ഷേക്ക് അടിക്കാൻ തോന്നി. എന്തായാലും നോക്കാം, നമുക്ക് പരീക്ഷിച്ച് നോക്കാമേ. ഓക്കെ, കൈമുറിയരുത്. ഇതിന്റെ നിറം കണ്ടിട്ടേ നിങ്ങളെ മറ്റൊന്നും വിചാരിക്കണ്ട കേട്ടാ. ഇതിന്റെ ഈ പൂപ്പുണ്ടല്ലോ, നമ്മൾ പൂപ്പെന്നാണ് പറഞ്ഞാൽ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. കണ്ണിത്തൊലിയും പൂപ്പും. അപ്പൊ ഇതിന്റെ പൂപ്പെന്ന് പറഞ്ഞാൽ ഇത് പൂപ്പ് കളയാതെ പുഴുകി തിന്നണമെന്നാണ് പറയുന്നത്. ഇത് നല്ല വിറ്റാമിനാണ്. അതുപോലെ ഇത് ഇപ്പൊ ഏകദേശം 2 ചക്കര തലമുറ ആയിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ചക്കക്കുരു കേട്ടാ. പണ്ട് ഇതൊക്കെ പുഴുകി നിന്ന് ഞങ്ങൾ വിശപ്പടക്കിയിട്ടുണ്ട്. എങ്ങനെ 4 മണിക്ക് അന്ന് ഈ വാഴയ്ക്കപ്പം വെജിയൊന്നും ഇല്ല. ഞങ്ങൾ എന്തിനെന്നറിയാമോ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് പുഴുങ്ങി കുരുമുളകും ഉപ്പും കൂടെ പൊടിച്ച് നല്ല കടിഞ്ചായിട്ട് അടുപ്പിലേറ്റ് കുടിച്ച് നല്ല ഏമ്പൊക്കെ മുട്ടണിച്ച് പോയിട്ടുണ്ട്. അപ്പം അമ്മക്ക് ഇതിപ്പം അന്നൊന്നും ഷേക്കെന്നൊന്നും പേരില്ല കേട്ടോ. അന്നൊക്കെ ഷേക്കെന്ന് കേട്ടിരിക്കുന്നത് പേർഷ്യക്കാരൻ ഷേക്കെന്നേ കേട്ടിട്ടുള്ളൂ. അറബിയിലെ ഷേക്കെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ എൻ്റെ ഷേക്കെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന് ഷേക്കെന്ന് പേരുമെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തായാലും നമ്മളിന്ന് ഇതിനെ ഷേക്കാക്കും. അടിപൊളി സുന്ദരം ചക്കക്കുരു കേട്ടോ. എല്ലാം മിടുക്കന്മാരായിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? കണ്ടപ്പോൾ തന്നെ കൊതിയാവുക പുഴുങ്ങി തിന്നെ. ഇനി നമുക്കിത് വേവിക്കാം. അങ്ങനെ ചക്കക്കുരു എല്ലാം വേവിച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ടാണ് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട് ചക്കക്കുരു. ഇനി നമ്മളിതിനെ മിക്സിക്കകത്ത് അടിക്കാൻ പോവേണേ. നമ്മളെ ഫ്രിഡ്ജിലിരുന്ന നല്ല തണുത്ത പാലാണ് കേട്ടോ, ഐസല്ല, തണുത്ത പാല്. പിന്നെ പഞ്ചസാര നമ്മളെ മധുരം കണക്കാക്കി. ഷുഗർ ഉണ്ടെങ്കിൽ ചക്കക്കുരു വെക്കൂല, പഞ്ചസാര വെക്കൂല. പിന്നെ ഒരു ചക്കക്കുരു നല്ല മധുരമാണ് കേട്ടാ. അപ്പൊ കുറച്ച് അതിൽ പഞ്ചാര ഇട്ടിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ പിന്നെ ചേർക്കാം. എല്ലാവരും കൂടി ചക്കക്കുരു തിന്നിട്ട് ബാക്കി കൂടെ പറ. എന്തുവാ മധുരമാണ് വിടാനല്ലേ? നീ എന്ന് പോടാ. നീ ഇത് ഒന്ന് കുടിച്ചു നോക്കണം, എന്നിട്ട് നീ പറയണത് എങ്ങനെ ഇരിക്കുള്ളൂ. ഇതേ അവ അതൊക്കെ പറയും കേട്ടോ. നമുക്ക് കുറച്ച് 5-6 ഏലക്കായും കൂടെ അതിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഏലക്ക മാത്രം പോരാട്ടാ. ബൂസ്റ്റിന്റെ അരി ഞാൻ മറന്നുപോയി. അടിപൊളിയായിട്ട് ബൂസ്റ്റ് കൊടുക്കാം. 5 രൂപയുടെ പാക്കറ്റ്. ഇപ്പം 2 കവർ ബൂസ്റ്റ് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. താണ്ട നല്ല സുന്ദരമായിട്ട് വീഴുന്നുണ്ടോ ഷേക്ക്. അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ മുന്തിരിങ്ങ ഇട്ട്. കണ്ട ഷേക്ക്. നമ്മളെ ഷേക്ക് റെഡി ആയപ്പോ തന്നെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛന് ഇതിന് മുമ്പേ കൊടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കുടിച്ചു നോക്കിയിട്ട് എന്തിനാണെന്ന് പറയണേ. എന്താണെന്നറിയാമോ? അത് ചക്കക്കുരുവാ. കൊള്ളാമോ? പണ്ടത്തെ ചക്കക്കുരുവാ. എന്റെ കൊച്ചിന് കുത്തി കൊടുത്തു കഴിയാണ്. മക്കൾ കുടിച്ചോട്ടെ. കൊള്ളാമോ? അടിപൊളി, സൂപ്പർ. അപ്പൊ നമുക്കുള്ള ഈ ചക്കക്കുരു ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത് കുടിക്കണം. പിന്നെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. കമന്റും.